गुरु विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. സ്വാമിജി പ്രണാമം. നമസ്കാരം. ഇവിടെ വെച്ച് സ്വാമിജിയെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്കിപ്പോ ഞങ്ങള് ഒരു സമിതിയില് നാരായണീയ സമിതിയിലുണ്ട്. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഞാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോ ഞങ്ങളുടെ ഇടയില് ഒരു സംശയം, നാരായണീയൊക്കെ വായിച്ചു തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യം ഗുരുവിനെയാണോ ഗണപതിയാണോ വന്ദിക്കേണ്ടത്, അതായത് ഏത് ശ്ലോകമാണ് ആദ്യം ചൊല്ലേണ്ടതെന്നുള്ളൊരു തർക്കം ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ്. സ്വാമിജിയുടെ വാക്കുകളിൽ കൂടി അതറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷം. അമ്മയെ പോലുള്ള കുറെ ആളുകള് അടുത്ത കാലത്ത് വളരെയധികം നാരായണീയത്തിലേക്കും അതുപോലെ ഭാഗവതത്തിലേക്കും ആകർഷിച്ച് കാണുന്നത് വളരെയധികം നമ്മുടെ സമൂഹത്തില് ആത്മീയതയുടെ സ്വാധീനം കൂടി വരുന്നത് കാണുന്നുണ്ട്. എന്തായാലും അമ്മയ്ക്ക് വളരെയധികം സുഹൃതമുണ്ട്, അമ്മയുടെ കുടുംബത്തിനും അത് ഉണ്ടാവട്ടെ. അപ്പൊ ഇവിടെ അമ്മയെ സംബന്ധിച്ചൊരു ചോദ്യം മനസ്സിൽ വന്നിരിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ആചാരങ്ങളിലൂടെ വളർന്നു വന്നവരായതുകൊണ്ട് സംശയങ്ങൾ വളരെ കൂടുതലാണ്. ഇതാണോ ശരി, അതാണോ ശരി എന്നുള്ളത്. ഈ നമ്പൂരി പരിഭ്രമം എന്ന് പറയും. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ഗണപതിയെ വിളിക്കണോ ആദ്യം, ഗുരുവിനെ വിളിക്കണോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഋഷിവര്യന്മാര് ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്നും നമ്മൾ അന്ധമായി വിശ്വസിക്കാനല്ല, നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് സർവം ഗുരുരേവ, അവർക്ക് ഗുരുവിനപ്പുറത്തൊന്നുമില്ല. അവർ ഗണപതിയെയും പോലും ഗുരുവായി കാണുന്നവരുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുകയാണ് ഗണപതിയാണോ വിളിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഗണപതി പോലും എനിക്ക് ഗുരുവാണ്. കാരണം ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ. എന്നാൽ ചില ആളുകൾ പറയും എനിക്ക് ഗുരുവിനെ പോലും കിട്ടിയത് ദൈവാനുഗ്രഹ ഹേതുകം, ഞാൻ ഇത്രയും കാലം ക്ഷേത്രങ്ങളിലൊക്കെ പോയി എത്രയോ കാലം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഗുരുവിനെ പോലും കിട്ടിയത്. അപ്പൊ ആ ദേവന്മാരുടെ പ്രതീകമായിട്ട് ഞാൻ ഗണപതിയെ വെക്കുന്നു. അതുകൊണ്ട് ഞാൻ ഗണപതിയെ വന്ദിച്ചതിന് ശേഷമാണ് ഗുരുവിനെ വന്ദിച്ചത്. കാരണം ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന പോലെ ദുർലഭം ത്രയമൈ വൈദത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശയ എന്ന് പറയും. ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് സകല ദേവന്മാരുടെയും ദേവാനാം പതി, ഞാൻ ദേവന്മാരുടെ പ്രതീകമായിട്ട് ഗണപതിയെ വെക്കുന്നു. കാരണം നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച്, നമ്മൾ എഴുത്തിനിരുത്തുന്നത് ഗണപതി വന്ദനത്തോടു കൂടിയിട്ടാണ്. ഹരിശ്രീ ഗണപതയെ നമ. അപ്പൊ ആ ഗണപതിയെ വന്ദിച്ചുകൊണ്ടുള്ള ഒരു സംസ്കൃതിയിലേക്ക് കാലുവെച്ച് നമുക്ക് എല്ലാ കാര്യത്തിലും ഗണപതിയെ മുൻനിർത്തി ചെയ്യുന്നവരായതുകൊണ്ട് ഇപ്പൊ ഗണപതിയെ മുൻനിർത്തിയതിലും തെറ്റില്ല. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോ, കോൺഫ്ലിക്റ്റുകൾ വരുമ്പോ, ഞാൻ പറയാ മെജോറിറ്റിക്ക് എന്താണ് താല്പര്യം, നമ്മൾ അതിന് വിട്ടുകൊടുക്കുക. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പല വിഭാഗങ്ങളുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഗുരുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വിഭാഗം തർക്കിക്കുകയാണ്, ശരി, നിങ്ങൾക്ക് അതാണ് ശരി. നമ്മൾ തർക്കിക്കാനില്ല. കാരണം അവരെ സംബന്ധിച്ച് ഗണപതിയും ഗുരുവാണ്, ശിവനും ഗുരുവാണ്, വിഷ്ണുവും ഗുരുവാണ്. അവരോട് ഞാൻ എന്ത് തർക്കിക്കാനാണ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ തർക്കത്തിന് പോകരുത്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നതല്ല, എത്രമാത്രം നമ്മളതിൽ അർപ്പിതരാകുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ബാഹ്യതലത്തിൽ നിന്നിട്ട് ഗണപതിയെ വിളിച്ചില്ലേ, ഗുരുവിനെ ആദ്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് കൊണ്ടൊന്നും ഫലമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാരത സംസ്കൃതി പറയുന്നത് മനസ്സിന്റെ അർപ്പണമില്ലാത്തതൊന്നും ഫലവത്തല്ല. ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയും മയ്യേവ മൈ എന്നിൽ തന്നെ മൈ ഏവ മന അർപ്പിയതി, മനസ്സിനെ അർപ്പിക്കുന്നത്. മൈ ബുദ്ധി നിവേശയതി, എന്നിലാണ് ബുദ്ധി ഉറപ്പിക്കേണ്ടത്. അപ്പോ എന്നിൽ മനസ്സും ബുദ്ധി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ പണ്ടുള്ള കാരണവന്മാർ പറയാം, എന്തോ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഗണപതിയെ വിളിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഈശ്വരാനുഗ്രഹത്തെ ഓർത്ത് വിളിക്കൂ. ഗുരുവിനെ ഓർക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഗുരുവിനെ സ്മരിക്കും. അപ്പൊ നിങ്ങളാണ് ഇതില് പ്രധാന കഥാപാത്രം. കാരണം നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഇത് പഠിക്കാൻ കിട്ടിയ ഒരു വലിയ ഭാഗ്യം, ആ ഭാഗ്യത്തെ ഓർത്തൊക്കെ നിങ്ങൾ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവിനെയോ ഗണപതിയോ ഒക്കെ വന്ദിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനമുണ്ട്. ആ അർപ്പണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മൈ അർപ്പിത മനോബുദ്ധി യോ മത്പത്തസമേ പ്രിയ എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയും. ആരാണോ മനസ്സും ബുദ്ധി അർപ്പിക്കുന്നത് അവരാണ് ഭക്തന്മാര്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ
സംശയം ഉണ്ടാവരുത്, ഒരു സംശയം ഉണ്ടാവരുത്. കാരണം ഗണപതിയായാലും ഗുരുവായാലും നമ്മളെ എത്തിക്കുന്നത് ഉള്ളിലുള്ള അന്തരാത്മാവായ ഭഗവാനിലേക്കാണ്. അവരൊക്കെ നമുക്ക് വഴി കാണിക്കുകയാണ്, അല്ലെ? ഗണപതിയെ വിളിച്ചാലും ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ ഗണപതിയെ വിളിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ ഗുരുവിനെ നമ്മളെ സ്മരിച്ചിട്ടും ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ ഗുരുവിനെ വിളിച്ചിട്ടും യാതൊരു കാര്യമില്ല. അപ്പൊ ഇവരൊക്കെ നമുക്ക് വഴി കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് നമുക്ക് പല രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ സ്മരിച്ചുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ അർപ്പിക്കട്ടെ, എന്റെ മനസ്സിനെ ഞാൻ ആ ഭഗവാനിലേക്ക് തന്നെ എത്തിക്കട്ടെ എന്ന ഭാവനയോടുകൂടിയിട്ട് നിങ്ങൾ ചെയ്യാം. ശരി സ്വാമി. അടുത്തതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ സത്സംഗത്തില് വരുന്ന, സത്സംഗത്തിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ടും സത്സംഗത്തിൽ വരുന്ന നമ്മളെ പോലെയുള്ളവര്, അവരെല്ലാം ആ സത്സംഗത്തിൽ ചേർന്നതിന്റെ ഗുണങ്ങൾ അധികം കാണാതെ ആയി പോന്നു. അപ്പൊ സത്സംഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി സ്വാമിജി പറഞ്ഞുള്ള. സത്സംഗം എന്ന വാക്ക് ഏറെ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് പോയി ഭജന പാടുന്നതാണ് സത്സംഗം എന്നാണ്. ചിലർ വിചാരിച്ചിരിക്കുന്നത് പോയി പ്രഭാഷണം കേൾക്കുന്നതാണ് സത്സംഗം. ചിലർ വിചാരിച്ചിരിക്കുന്ന പ്രഭാഷണത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചില ആളുകളുണ്ടല്ലോ, അവരുടെ ചോദ്യത്തിന്റെ മഹിമ കാണിക്കാൻ വേണ്ടി സത്സംഗത്തിൽ പോകുന്നവരുണ്ട്. ഞാൻ പല സത്സംഗങ്ങളും കണ്ടിട്ടുണ്ട്. അതായത് ഈ ചോദ്യം 10,000-കണക്കിന് ആളോട് ചോദിച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും വിട്ടിട്ടുണ്ടാവില്ല. ഒരു അടി പോലും അയാൾ മാറിയിട്ടുണ്ടാവില്ല. കാരണം അയാളെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ചോദിക്കാൻ അറിയാമെന്നുള്ള ഒരു ഭാവം കാണിക്കുന്നവരുണ്ട്. അത് സത്സംഗമാണ്. അപ്പൊ ഈ സത്സംഗം എന്ന വാക്കിന്റെ ശരിക്കർത്ഥം സത് സംഘം എന്നാണ്. സത്വമായിട്ടുള്ള സംഘത്തിനെയാണ് സത്സംഗം. അപ്പൊ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. സത് എന്നുള്ള വാക്കിന് ഒന്ന് തൻ്റെ ഉള്ളിലുള്ള സത്ത, തൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവ്. അപ്പൊ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, ഈശ്വരനാണ് എന്നെ നയിക്കുന്നത്, ഈശ്വരനാണ് എന്നെ ഉണർത്തുന്നത്, ഈശ്വരനുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാൻ ഈ സത്സംഗം അനുഗ്രഹിക്കുന്നു, സഹായിക്കുന്നുവെങ്കിൽ നമ്മൾ പോകുന്ന ട്രാക്ക് ശരിയാണ്. അപ്പോ വ്യക്തിനിഷ്ഠമായിട്ട് ഇതിനെ പറയാ പാരമാർത്ഥികത എന്ന് പറയാം. ഈ സത്സംഗം കൊണ്ട് കിട്ടുന്ന ഏറ്റവും ആത്യന്തികമായ ഒരു അനുഗ്രഹം, ഞാൻ എൻ്റെ ഉള്ളിൽ ഈശ്വരനെ കണ്ടെത്തണം. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. ഞാൻ ജനന മരണങ്ങളിൽ അതീതനാണ്. കാരണം ഭഗവാനിൽ നിന്ന് വന്ന് ഭഗവാനിൽ നിന്ന് ഭഗവാനിലേക്ക് അലിയുന്ന ആളാണ്. അപ്പൊ ഭഗവാനാണ് എൻ്റെ സർവസ്വം, ഭഗവാനാണ് എൻ്റെ വ്യക്തിത്വത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ ബോധം സത്, അതിനോട് സംഘം ഉണ്ടാവലാണ് സത്സംഗത്തിന്റെ പാരമാർത്ഥികത. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്നുള്ളത്. ഇത് അതിന്റെ പാരമാർത്ഥികത. ഇനി അതിന്റെ ഒരു വ്യാവഹാരികത. സത്സംഗം എന്നുള്ളത് വ്യവഹാരം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ, ഇടപഴകൽ. അപ്പൊ ഞാൻ അമ്മയോട് സംസാരിക്കണം. അപ്പൊ എന്റെ വ്യക്തിത്വത്തില് കുറെ കുറവുകൾ ഉണ്ടാവും. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ ഇടപഴകിയ ആളുകള്, എനിക്ക് കിട്ടിയ ജീവിതാനുഭവം, അതൊരു പക്ഷേ എൻ്റെ സ്വഭാവത്തെ, കർക്കശ സ്വഭാവം, ചില പിടിവാശികൾ, ചില ദുർവാശികളൊക്കെ ഉള്ള വ്യക്തി. അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി എങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ പറ്റും. അതായത് സത്ത് ഗുണങ്ങളുള്ള വ്യക്തിയായിട്ട് എന്നെ മാറ്റുക. അപ്പൊ എൻ്റെ സ്വഭാവങ്ങളെ ഞാൻ മാറ്റിയെടുക്കാൻ കിട്ടുന്ന, അരിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ട് ഏതിനെ കാണണം? സത്സംഗം. അതായത് ഞാൻ മിണ്ടാതെ പോയിട്ട് ഇരുന്ന് കേട്ടിട്ട് എൻ്റെ മഹത്വം കാണിക്കില്ല, ആളുകളോട് ഇടപഴകണം. അപ്പൊ എൻ്റെ ഇടപഴകുമ്പോഴുള്ള കുറവുകളെ ഞാൻ നികത്തിയെടുക്കണം, എൻ്റെ പെരുമാറ്റങ്ങളിൽ ഞാൻ മാറ്റം വരുത്തണം. അതാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയൊരു ഗംഭീരത. എനിക്ക് ഹിന്ദുമതത്തെ ഏറ്റവും ആദരവുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് ഹിന്ദുമതത്തിൽ നമ്മുടെ ഋഷിവരന്മാർ യു ആർ നോട്ട് യൂസ്ലെസ് എന്ന്. നിങ്ങൾക്ക് കുറവുകളുണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള വാസനകളുടെ പല സ്വഭാവങ്ങളുടെ ദൂഷ്യങ്ങളുണ്ടാവും. പക്ഷെ ഈ വാസനാദൂഷ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് സത്സംഗം കൊണ്ട്, നല്ല ബന്ധങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഭാഗവത്തിൽ യഥാ വ്രജഗോപികാനാം എന്ന് ഗോപികമാരെ കുറിച്ച് പറയും. അതുപോലെ തന്നെ ഭാഗവത്തില് ഒരു വരിയാണ്, അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ വ്രതം സുതം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാഥനം. ഈ വൃന്ദാവനത്തിൽ ഗോപന്മാരെ നോക്കൂ. പശുക്കളെ മേച്ച് കളിയും ചിരിയായിട്ട് നടന്ന ഗോപന്മാരില് എന്തൊരു ആത്മീയ പ്രഭാവമാണ് കൃഷ്ണനുമായിട്ടുള്ള സംഗമം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇതുപോലെ എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു തിളക്കം ഉണ്ടാക്കാൻ, എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് ഈ സത്സംഗത്തെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ വ്യാവഹാരിക തലത്തിൽ ഞാനൊരു വേണ്ടാത്ത വ്യക്തിത്വമില്ല, വേണ്ട വ്യക്തിത്വം. അപ്പൊ അതിലെ പെരുമാറ്റം, അതുപോലെ സേവനം, എന്നെ കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ, അങ്ങനെ ഓരോ വ്യക്തിയും അങ്ങനെ ചെയ്യാൻ തുടങ്ങണം. അതായത് ഞാൻ ഇന്നലെ വരെ വലിയ ഗമയിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത്. ഞാൻ ഏത് സേവനോ, ഭഗവാന്റെ കാര്യത്തില് ഞാനൊരു സേവകനാണ്. ദാസോഹം തവ കേശവ, ഞാൻ അവിടുത്തെ ഒരു ദാസനാണ്.
അതുപോലെ അധരം മധുരം. ഞാൻ മധുരമായി സംസാരിക്കട്ടെ. ഞാൻ വെറുതെ ഭജനയിൽ പാടിയ പോലെ അധരം മധുരം മധുരാധിപതി അഖിലം മധുരം. എന്റെ വാണികൾ മധുരമായി തീരട്ടെ. ഞാൻ ആർക്കും ഒരു വിഷമിപ്പിക്കാത്തൊരു വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി അങ്ങനെ വിഷമിപ്പിക്കുന്ന വാക്ക് ഉപയോഗിച്ചാൽ തന്നെ ക്ഷമ ചോദിക്കാനുള്ള ഒരു ആർജവം എന്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ. മനസ്സിലാവുണ്ടല്ലോ? ഈ തരത്തിൽ നമ്മുടെ പൂന്താനം പറഞ്ഞ പോലെ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജയില്ലാതെ വീണു നമിക്കണം എന്നുള്ളത്, ആ ഒരു സംസ്കൃതി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തത് ഈ സത്സംഗത്തിന്റെ മറ്റൊരു മഹത്വം എന്ന് പറഞ്ഞാൽ ഒരു പ്രാതിഭാസികത എന്ന് പറയും. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ ഈ ഒരു ബ്ലെസ്സിങ്സ്, ഈ ഒരു അനുഗ്രഹം, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയിലേക്ക് ഉയരാൻ കിട്ടിയ ഒരു ഭാഗ്യം, ഇത് മറ്റുള്ളവർക്കും ഉണ്ടാവണം എന്ന രീതിയിൽ ഒരു കാരുണ്യം സമൂഹത്തോട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ ഉയർത്താൻ, അവർക്കും നല്ല സംഘം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ അവർക്കും സത്സംഗം പകർന്നു കൊടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടെ നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പൊ സർവചരാചരങ്ങൾക്കും നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാകണം. അപ്പം ഭഗവാന്റെ നാമം പാടിയും, നിങ്ങൾ നാരായണീയാണല്ലോ അമ്മ പഠിച്ചിരിക്കുന്നത്, അതിലെ ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായി പറയും. പടന്തോ നാമാനി പ്രമഥപര സിന്ധോ നിപതിതാം സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താം ത്വയി ഖലു രമന്തേ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധികൃത സർവാഭിലഷിതൻ. അഹം ധന്യാൻ മന്യേ, അവരെയാണ് ഞാൻ ധന്യന്മാരായിട്ട് കാണുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് സർവ്വചരാചരങ്ങൾക്കും മനുഷ്യർക്കെങ്കിലും പരമ പ്രയോജനം ഉണ്ടാവണേ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുക. അപ്പൊ 3 കാര്യങ്ങൾ. 1, അവനവന്റെ അന്തരാത്മാവിനോട് പ്രേമമുണ്ടാക്കണം. 2, അവനവന്റെ സ്വഭാവത്തില് നല്ല മാധുര്യം ഉണ്ടാക്കണം, സേവനഭാവം വരുത്തണം. 3, കാരുണ്യം ഉണ്ടാക്കണം. മറ്റുള്ള സകല ജീവജാലങ്ങളോടും കാരുണ്യം എന്ന് വെച്ചാൽ അവരെ പോലും ഉദ്ധരേത് ആത്മനാത്മാനം, നമ്മൾ ഉയർത്തുന്ന പോലെ അവരെയും സർവഭൂതഹിതേരഥ, മറ്റുള്ളവരെ ഒരു ഉയർത്താനുള്ള ഒരു സംസ്കൃതി നമുക്കുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സത് സംഘം. വളരെയധികം സന്തോഷം. പിന്നെ നാരായണത്തിൽ നമ്മുടെ ഓരോ ദശകം വായിച്ച് അതിലെ അനുഭവങ്ങളിൽ കൂടി അത് ഇന്ന കാര്യത്തിന്, അതായത് ഇപ്പോൾ 79ാമത്തെ ദശകം വായിച്ചാൽ നമ്മൾക്ക് കുട്ടികളുടെ മാരേജ് അതുപോലെയൊക്കെ നടക്കും. അതുപോലെ 28ാമത്തെ അധ്യായം നമ്മൾക്ക് അസുഖം കാര്യങ്ങളൊക്കെ വരാതെ നല്ല കാര്യത്തിന് ഉപകരിക്കും. അതുപോലെ ഓരോ അധ്യായത്തിനും നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് നമ്മളുടെ അനുഭവങ്ങളിൽ കൂടി, അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിലൊരു തെറ്റൊന്നുമില്ലല്ലോ സമയത്ത്. അങ്ങനെ തെറ്റ് എന്ന ഒന്നിലുമില്ല. ഈ തെറ്റും ശരിയും നമ്മളത് ഒന്നാവുന്നത് അത് ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോഴാണ്. ഒരു കാര്യത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് തെറ്റാവും. എന്ന് വെച്ചാല് ഈ പ്രപഞ്ച വ്യവസ്ഥ അനുസരിച്ച് പ്രപഞ്ചം എന്ന് പറയുന്നത് നിരന്തരം ചലനാത്മകമാണ്. അപ്പൊ ഞാൻ ജനിച്ച അവസ്ഥയിൽ തന്നെ വളരാതെ നിന്നുപോയാൽ അത് തെറ്റാണ്. അപ്പൊ ഞാൻ ആ അവസ്ഥയിൽ നിന്നും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോകണം, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോകണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വളരണം, മാറ്റം വരണം. ശങ്കരാചാര്യ സ്വാമിയുടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഭജഗോവിന്ദം. അപ്പൊ അതിൽ പറയും, ബാലസ്താവ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃത്തസ്താവൽ ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിനസക്ത ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ നമ്മൾ ആ ബാലസ്ഥാപത് ക്രീഡ ആ സമയത്ത് കളിക്കാതിരുന്ന തെറ്റാണ്. എന്ന് കഴിഞ്ഞിട്ട് യൗവനത്തിലും കളിച്ചുകൊണ്ടിരുന്നാലോ അപ്പൊ അത് തെറ്റായി. അപ്പൊ അടുത്തതിലേക്ക് കടക്കണം. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കണം. അപ്പൊ അമ്മയുടെ ചോദ്യത്തില് സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യം അമ്മ പറഞ്ഞത് ഇവിടെ തുറന്നു പറഞ്ഞു നന്നായി. കാരണം പലരെയും സംബന്ധിച്ച് കല്യാണം നടക്കാനാണ്, പ്രസവിക്കാനാണ്, നാരായണി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, രോഗം മാറാനാണ്. കാരണം ഭട്ടതിരിപ്പാട് തന്റെ വാതരോഗം മാറാനാണ് നാരായണി എഴുതിയത്. അതുകൊണ്ട് എന്റെ മുട്ടുവേദന മാറാൻ വേണ്ടി 100ാമത്തെ ദശകൾ വായിച്ചാൽ മാറുന്നു വിശ്വസിക്കുന്നവരുണ്ട്. ലെറ്റ് ഇറ്റ് ബി. കാരണം നമ്മുടെ ഋഷിവര്യന്മാര് വളരെ കാരുണ്യമുള്ളവരായിരുന്നു. അവര് മനുഷ്യന്റെ എല്ലാ ആസ്പെക്ട്സിലും നോക്കിയവരാണ്. എന്ന് വെച്ചാല് ഒരു മനുഷ്യന് അവന്റെ ലൗകിക സുഖങ്ങളുണ്ട്, ലൗകിക ചിന്തകളുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അവര് കണക്കിലെടുത്തിട്ടുണ്ട്. അവര് അന്ധമായി പറഞ്ഞില്ലേ, യു പ്രേ ആൻഡ് ദ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നുള്ളത്. അവര് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു ഉത്തരങ്ങൾ കിട്ടിയിരിക്കുന്നതാണ്.
അപ്പോ നമ്മുടെ ഓരോ കൃതികളിലും ഫലശ്രുതി എന്നൊരു സംഗതി ഉണ്ട്. ഇത് ഇത്ര വായിച്ചാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇത്ര ഗുണമുണ്ട് എന്ന്. ഇപ്പൊ നിങ്ങൾ രാമായണത്തിൽ തന്നെ വായിച്ചിട്ടുണ്ടാവും. രാമായണം ആരാണോ അധ്യാത്മ രാമായണം അധ്യയനം ചെയ്യും മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ട് ബദ്ധരാകിലും ഇവിടെ മുക്തനാവും. മനസ്സിലായില്ലേ? അങ്ങനെ ചില ഇതിലൊക്കെ കാണാം നിങ്ങൾക്ക്, ഇത് ഒരു ദിവസം വായിക്കുന്നവൻ ഇത്ര പാപം തീരും, 2 ദിവസം വായിക്കുന്നവൻ ഇത്ര പാപം തീരും, 3 പ്രാവശ്യം വായിക്കുന്നവൻ ഈ ഗുണം കിട്ടും, 4 പ്രാവശ്യം. അപ്പൊ ഇത് എന്തിനാ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ഇത്രയും വായിക്കുമ്പോ ഇവന്റെ ഉള്ളില് എന്റെ രോഗം മാറുന്നില്ല, എന്റെ കല്യാണം നടക്കുന്നില്ല, എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല, ഈ നെഗറ്റീവ് ചിന്തകള് ഇത് എത്രമാത്രം നമ്മുടെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള ഋഷിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം എന്ന് പറയും. ഇത് ഭാവയതി തത് ഭവതി എന്ന് പറയും. അതായത് ഇപ്പൊ ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം കോൺസ്റ്റന്റ്ലി ചിന്തിക്കുകയാണെങ്കിൽ എന്റെ അനുഭവം മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇത് ഐസക് ന്യൂട്ടൺ പറഞ്ഞ തിയറിക്കും അപ്പുറത്തൊരു തിയറിയാണ്. അതായത് വെൻ ഐ ആം തിങ്കിങ് നെഗറ്റീവ്, അതായത് എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചീത്ത ചിന്ത ഉണ്ടായിരിക്കുക, എന്റെ ചുറ്റും ആ നെഗറ്റീവ് ആയിരിക്കും കാണുന്നത് ഞാൻ. അതായത് ഇപ്പൊ പ്രേതത്തിന്റെ ചിന്തയുള്ളവൻ പ്രേതത്തിനെ കാണും. മനസ്സിലായി? അപ്പൊ അവനോട് നമ്മൾ ഒരു പ്രേതം പറഞ്ഞാൽ ശരിയാവില്ല, കാരണം അവൻ പ്രേതത്തെ കാണുകയാണ്. കാരണം അവന്റെ മൈൻഡിൽ മുഴുവൻ അതാണ്. അപ്പൊ നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആണെങ്കിൽ ഈ നെഗറ്റീവ് ആയതിനെ ആകർഷിക്കും. രാമകൃഷ്ണ പരമഹംസർ പറയും, അതായത് പൂവില് തേനീച്ച വന്നിരിക്കും, എച്ചിൽ ഈച്ച വന്നിരിക്കും. അപ്പൊ എച്ചിലിന് ഈച്ചയെ ആകർഷിക്കാനും പൂവിന് തേനീച്ച ആകർഷിക്കാനുള്ള കഴിവുണ്ട്, ആണോ? എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ഏത് ചിന്തയാണോ അതിനുള്ള അനുഭവങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പൊ കല്യാണം നടക്കുന്നില്ല എന്നുള്ള ചിന്ത ഒരാൾ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മുടക്കം മാത്രമേ കാണുള്ളൂ. അപ്പൊ അയാളോട് പറയണം, നീ നാരായണീയത്തിൽ ഈ ദശകം ഒരു 10 പ്രാവശ്യം വായിച്ചോളൂ. അപ്പൊ എന്തായി? ഈ നടക്കുന്നില്ല ചിന്ത വിട്ടിട്ട് ഇത് വായിച്ചാൽ നടക്കുമല്ലോ, ഇത് വായിച്ചാൽ നടക്കുമല്ലോ, ഇത് വായിച്ചാൽ നടക്കുമല്ലോ, ഇത് വായിച്ചാൽ നടക്കുമല്ലോ, ഇതിങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ ആ നെഗറ്റീവ് ചിന്ത മാറി. അപ്പൊ അവനിങ്ങനെ ഓരോ പ്രപ്പോസൽ വരുമ്പോ അവനുള്ള ഓപ്ഷൻസ് നോക്കും. ഇത് എന്തുകൊണ്ട് എനിക്ക് നോക്കിക്കൂടാ, ഇത് എന്തുകൊണ്ട് നോക്കിക്കൂടാ, മറ്റതും പ്രപ്പോസൽ വരുന്നുണ്ടാവും. പക്ഷെ അവൻ അതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കും. ഓ, ഇതുകൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതുകൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ അതിന്റെ നെഗറ്റീവ് വശം കാണും. ഫോർ എക്സാമ്പിൾ അമ്മയോട് പറയണം, ഇപ്പൊ നമ്മുടെ അനുഭവത്തില് ഇപ്പൊ അമ്മ വീടിനെ കുറിച്ച്, ഇപ്പൊ നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കണം വിചാരിക്കാൻ, അപ്പൊ ആ വീടിനെ കുറിച്ച് അമ്മയുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ വീട്ടിൽ ഇത്ര സ്പേസ് വേണം, നിങ്ങളുടെ മനസ്സിലൊരു വീടുണ്ട്. അപ്പൊ നിങ്ങളൊരു വീട് പോയി കാണുമ്പോൾ ആദ്യം തന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുള്ള വീടാണോ എന്ന് ആദ്യം നോക്കുക. ആ വീട് എങ്ങനെയാണോ നല്ല നോക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു വീടിന്റെ മുറികളുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അടുക്കളയുടെ ഒരു സ്പേസ് ഉണ്ട്, ബാത്റൂമിന്റെ ഒരു ഇതുണ്ട്, ഉണ്ടാവൂല്ലോ. അപ്പൊ ആ സ്പേസിൽ അത് ഒതുങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഇത് നമുക്ക് പറ്റില്ല. അതെന്താ പറ്റില്ല പറയാൻ കാരണം നിങ്ങൾ കണ്ടീഷൻഡ് ആയിപ്പോയി. നേരെ മറിച്ച് നിങ്ങളുടെ മൈൻഡിൽ പ്രീ ഓക്യുപ്പേഷൻ ഒന്നുമില്ല ഇരിക്കുക. നിങ്ങളൊരു വീട് കാണാൻ പോകും, നിങ്ങളൊരു ഇത് നമുക്ക് ഒപ്പിക്കാണ്, നമുക്ക് ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ പറയൂ. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും രണ്ടും മനസ്സിന്റെ തലത്തിലല്ലേ. അപ്പൊ ആ മനസ്സിനെ ഒരു പോസിറ്റീവ് ആക്കി എടുക്കാൻ ഈ നാരായണീയത്തിൽ ദശകം കൊണ്ട് സാധിക്കുമെങ്കിൽ ഇനീഷ്യലി അത് ശരിയാണ്. പക്ഷെ നാരായണീയം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഭഗവത്ഗീതയും കൂടെ പഠിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് സംശയങ്ങള് വരില്ലായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇനിയുള്ളവരോട്. ഗീതയിൽ കൃഷ്ണൻ പറയും, ചതുർവിധ ഭജന്തേ മാം. അർജുന, 4 തരത്തിലെ ആളുകൾ എന്നെ ഭജിക്കുന്നുണ്ട്. ആർത്തോ അർത്ഥാർത്ഥി ജിജ്ഞാസി ജ്ഞാനേച്ഛ പരദർശക. ചിലർ സങ്കടങ്ങൾ തീർക്കാൻ വേണ്ടി എന്നെ ഭജിക്കുന്നവരുണ്ട്. ചിലർ അർത്ഥാർത്ഥികളാണ്, അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി എന്നെ ഭജിക്കുന്നവരുണ്ട്. ചിലർ അർജുന മുമുക്ഷുക്കളാണ്, അത് ജിജ്ഞാസ, എന്നെ അറിയണം, അതിനു വേണ്ടി ഭജിക്കുന്നവരുണ്ട്. ജ്ഞാനേച്ഛ പരദർശക, ജ്ഞാനത്തിന്റെ ആ കൈവല്യാനുഭൂതിയിലേക്ക് എത്താൻ വേണ്ടി ഭജിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ 4 പേരും ശരിയാണ്. പക്ഷെ 4 പേരും 4 പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. ഹി ഹാസ് ടു മൂവ് ടു സെക്കൻഡ്. അയാൾ അടുത്തതിലേക്ക്, അതാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ എലിവേറ്റ് ചെയ്യണം. അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്, അവസാനം കൃഷ്ണപ്രാപ്തിഹരം ശശ്വതം അന്യത്, എനിക്ക് കൃഷ്ണപ്രാപ്തി അല്ലാതെ വേറൊന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് വരണം. കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ പരമാനന്ദ സന്തോഹലക്ഷ്മി എന്ന് ഭട്ടതിരിപ്പാട് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അല്ലെ? അത് ഞാനും കൃഷ്ണനും എല്ലാം ഒന്നായി തീരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഞാൻ വളരെയാണെങ്കിൽ ഒന്നും തെറ്റല്ല. അപ്പൊ എന്താ തെറ്റെന്ന് പറയണത്? ഏത് നമ്മൾ തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്നോ അത് തെറ്റായി മാറും. അതിൽ നിന്ന് ഗ്രോ ചെയ്യുമ്പോൾ ഒന്നും തെറ്റല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബാലസ്ഥാവത് ക്രീഡാസക്ത, തരുണസ്ഥാവത് തരുണീസക്ത, വൃദ്ധസ്ഥാവത് ചിന്താമഗ്ന, പരമേ ബ്രഹ്മണി കോപിന സക്ത. നമ്മൾ എന്തുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് കടക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട്
തെറ്റും ശരിയും അവനവന്റെ വികാസത്തിന് അനുസരിച്ചായിരിക്കും. വികസിക്കാൻ തയ്യാറില്ലാത്തവൻ തെറ്റിലേക്കാണ്, വികസിക്കുന്നവനെന്നും ശരിയിലേക്കാണ്. അവന്റെ തെറ്റുപോലും ശരിയാണ്. ഈ സ്ത്രീകൾക്ക് ഓരോരോ അവസ്ഥകളിൽ പുറത്തേക്ക് കിടക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തും നാരായണീയം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ഇറങ്ങി പുറപ്പെടാനായിട്ടുള്ളൊരു ധൈര്യം, ആ ഒരു അവസ്ഥ, അതിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഈ നാരായണീയത്തിലെ ഉള്ളിലുള്ള ആ ഒരു ഭാവം, ആ ഒരു ഈശ്വര യോഗം, അത് തന്നെയല്ലേ സംജി? തീർച്ചയായിട്ടും. ഇതില് പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തത്, എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ട്. കാരണം നമുക്കറിയാം, ലൈഫ് ഈസ് സച്ച് ഒരു കോംപ്ലിക്കേറ്റഡ്. ദൈവം ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. 2 തല ഒരിക്കലും നമുക്ക് മുട്ടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ കുറവുകളും പരിമിതികളും എന്നും മനുഷ്യരുടെ ഉള്ളിൽ അവന് വേട്ടയാണ്. ഈ കുറവുകളൊക്കെ എങ്ങനെ നികത്തി കിട്ടും? ഇതൊന്നൊരു സമാധാനം, ശാന്തി കിട്ടാൻ മനുഷ്യനെന്നും അന്വേഷിക്കുന്നുണ്ട്. പല വിധത്തിലാണ് മാത്രം. ചിലര് ആധ്യാത്മിക തലത്തിലേക്ക് അമ്പലങ്ങളിൽ പോയി, ചിലര് അതിനും ഒരു പടി കടന്ന് നാരായണീയം ഇത്യാദി കാര്യങ്ങളിൽ കിടക്കണം. ഈ നാരായണീയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നാരായണീയത്തിന് ഒരു കൂട്ടായ്മയുണ്ട് അവിടെ. ഈ കൂട്ടായ്മയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ആളുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി നിന്നിട്ട് എന്തോ വാങ്ങിക്കാൻ നിൽക്കുന്നു. എന്താ അവിടെ കച്ചവടം നടക്കണം നമ്മൾ കാണുന്നില്ല. എന്തോ അവിടെ കാര്യമായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ അങ്ങനെ കൂടി നിൽക്കുന്നു. നിങ്ങൾ അറിയാതെ എത്തി നോക്കൂടെ? നിങ്ങൾക്കറിയില്ല എന്താ വിൽക്കുന്നത്, നിങ്ങൾക്കറിയില്ല എന്താണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവാത്ത സാധനം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ ക്രൗഡ് കാണുമ്പോൾ നിങ്ങളോട്. ഇതുപോലെ നാരായണീയം ഒരു ക്രൗഡിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്രൗഡ് വളരെ അട്രാക്റ്റീവ് ആണ് പലർക്കും. അപ്പം പല സ്ത്രീകളും നോക്കും, ഇത്രയും അമ്മമാർക്കൊക്കെ പോകാന്നുണ്ട്, പിന്നെ എനിക്കും കൂടെ പോയിക്കൂടെ. സോ ദേ അസോസിയേറ്റ് ഈസിലി. അതുകൊണ്ട് ഒരു മാതൃ സമിതി, ഒരു സംഘം നാരായണീയത്തിലൂടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്ത്രീകൾക്ക് വളരെയധികം ആശ്വാസമാണ്. രണ്ടാമത്തെ ഒരു ഘടകമുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഒരു പ്രയാസകരമായ കാര്യം സംസ്കൃതം ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാലം തനിക്കൊന്നും ആത്മീയതയെക്കുറിച്ച് അറിയില്ല, ഭക്തി എന്താണെന്ന് അറിയില്ല, ഈ അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നതിനപ്പുറം ഒന്നും അറിയില്ല. അപ്പൊ പലരുടെയും ധാരണ ഈ ഒരു നാരായണീയത്തിലൂടെ ഭക്തി വർദ്ധിക്കും, ഈ നാരായണീയത്തിലൂടെ എനിക്ക് ഈ സംസ്കൃത ശ്ലോകം പഠിക്കാം, ഈ നാരായണീയത്തിലൂടെ എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം എന്ന ഒരു ധാരണ സ്ത്രീകളിൽ വളരെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായി, ഇവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ നാരായണീയം ഒരു മീൻസ് ആയി. അപ്പൊ നാരായണീയത്തോടുള്ള ഒരു ആഗ്രഹം കൂടി. സംസ്കൃതം പഠിക്കാം മീൻസ് സംസ്കൃതത്തിൽ എഴുതിയ ശ്ലോകങ്ങൾ പഠിക്കാം, അവരുടെ വിഷമങ്ങൾ തീർക്കാം, അവരുടെ എന്താ പറയാ ജീവിത അഭിലാഷങ്ങൾ എത്തിക്കാം. ഇങ്ങനെ മൂന്നാമത്തത്, ഈ നാരായണീയത്തിലൂടെ ഇവര് കടന്നു പോകുന്ന സമയത്ത് ഇവരിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളും ഉണർന്നു വരുന്നുണ്ട്. ഇന്നലെ വരെ വായ തുറക്കാത്ത ആള് ഇന്ന് സുന്ദരമായിട്ട് സാന്ദ്രാനന്ദാവബോധം. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്നലെ വരെ തെക്ക് നടക്കുന്ന സ്ത്രീയാണെന്ന് നാരായണീയം പഠിപ്പിക്കുന്നത്. ഓ, ഇവൾക്ക് ഇത്ര കഴിവോ, അമ്പിക്ക് ഇത്ര കഴിവോ, അപ്പൊ എനിക്കെന്താ കഴിവില്ല എന്നല്ല. അപ്പം നമുക്ക് പാടാനുള്ള അവസരങ്ങള്, അതുപോലെ ചൊല്ലാനുള്ള അവസരങ്ങള്, ഇതൊക്കെ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളും ഉണർന്നു വരുമ്പോ നമുക്ക് തന്നെ നമ്മളിലൊരു ബഹുമാനം, ഒരു സന്തോഷം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇനി തലവേദന വന്നിട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിലും ഇന്ന സ്ഥലത്തൊരു നാരായണി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിയിട്ടുണ്ടാവും. ഇത് കൃഷ്ണൻ പണ്ട് രാത്രിയിൽ പുല്ലാങ്കുഴൽ വിളിക്കുന്ന സമയത്ത് ഗോപികമാര് ഓടിയതുപോലെയാണ്. കാരണം കൃഷ്ണന്റെ മുമ്പിൽ അവര് നൃത്തമാടുമ്പോൾ അവരുടെ കഴിവ് പുറത്തു വരുന്നു, കൃഷ്ണന്റെ മുന്നിൽ പാട്ട് പാടുമ്പോൾ അവരുടെ കഴിവ് പുറത്തു വരുന്നു. എല്ലാം മറന്ന്, ആർക്കോ വേണ്ടിയിട്ടല്ല, എല്ലാം മറന്ന് അതിലങ്ങനെ അലിഞ്ഞ് ലയിച്ചിരിക്കാൻ. കാരണം ഞാനിത് പറയാൻ കാരണം, നാരായണീയത്തിന്റെ ആകർഷണ ശക്തിയെ കുറിച്ച് എനിക്കിത്ര അനുഭവം എന്താന്ന് വെച്ചാല്, പല ശരീരത്തിന് വയ്യാത്ത അമ്മമാര് നാരായണീയം വരുമ്പോ ഭ്രാന്ത് പോലെ വന്ന് കാലിനൊക്കെ വേദന ഉണ്ടെങ്കിലും അവര് സഹിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തിനാണെന്നറിയില്ല, ഇതിനോടൊരു ആകർഷണം, ഇതിനോടൊരു താല്പര്യം എനിക്ക് പറയും. അപ്പൊ ഇത്രമാത്രമായ അവരുടെ അട്രാക്ഷൻ നോക്കൂ നിങ്ങൾ. അപ്പൊ അതൊരു നല്ല ഒരു വളർച്ചയാണ്. കാരണം അമ്മമാരെ ഇതിലേക്കൊരു തേനിലേക്ക് എപ്രകാരമാണോ തേനീച്ച ആകർഷിക്കുന്ന രീതിയിൽ ആകർഷിക്കാൻ നാരായണീയത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തില് ഒരുപാട് മാറ്റം വരുത്തുന്ന, കഴിവുകളെ ഉണർത്തുന്ന, സങ്കടങ്ങൾ മാറ്റിമറിക്കുന്ന,
നമ്മുടെ എന്താ പറയുക ആത്മവിശ്വാസം, ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഉത്തമ കാവ്യം തന്നെയാണ് നാരായണീയം. അതുകൊണ്ട് നിങ്ങളൊക്കെ സുഹൃതികളാണ് ഇതിലേക്ക് ഇറങ്ങി വരാൻ സാധിച്ചത്. ഭട്ടതിരിപ്പാടിന്റെ വരികൾ തന്നെ പറയട്ടെ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി ഹർത്താൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം സാന്ദ്രം ഗതിഞ്ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ചക്രവാടി ധ്രുവമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. ഭഗവാനെ, അങ്ങയുടെ മുന്നിൽ വന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും മറന്ന് ഞാൻ ആ പരമാനന്ദത്തിൽ അങ്ങനെ ആറാടിക്കൊണ്ട് എല്ലാം മറന്നുകൊണ്ടായിരിക്കുന്ന അനുഭൂതി, ഭഗവാൻ ഇതിൽ പരം എനിക്ക് എന്ത് വേണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അനുഭവിച്ചു തന്നെ അറിയണം. സമിതി അപ്പൊ നിത്യജീവിതത്തിൽ എന്തായാലും ഈ നാരായണീയം കൊണ്ട് നമ്മൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അതില് നാരായണീയത്തിലെ ആ ഉള്ളടക്കം തന്നെ, അതായത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്വന്തം രോഗാവസ്ഥയിൽ കൂടി ഭഗവാന്റെ, അതായത് ഈശ്വരാനുഭവം കിട്ടിയത് നമ്മൾക്കൊക്കെ പകർന്നു തരാനും, അത് എല്ലാ വരികളിലും തന്നെ എല്ലാ ദശകത്തിലും ഭട്ടതിരിപ്പാട് പറയുന്നുണ്ടല്ലോ, ഭക്തന്മാർക്ക് ആ ഒരു ആയുരാരോഗ്യ സൗഖ്യം കൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രാർത്ഥനയും കൂടി ആവാം നമ്മൾ ഈ നാരായണീയം പഠിക്കുന്ന ആൾക്കാര് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചു പേരെങ്കിലും ചെയ്യുന്നതും അല്ലേ? അതെ, അതായത് ഭാരതത്തിന്റെ സംസ്കൃതിയുടെ മാത്രം മഹത്വമാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രേയസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന വാക്ക് മറ്റു മതങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ അറിയില്ല. അവനവന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥനയില്ല, അവനവന് വേണ്ടി ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള ദൈവിക അനുഭവത്തിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ച് ഈശ്വര അനുഭൂതി അനുഭവിക്കുന്നതാണ് ഭക്തി, ഡിവോഷൻ. മറ്റത് പ്രയർ. നമ്മൾ ഹിന്ദുമതത്തെ സംബന്ധിച്ച് പ്രയർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പ്രയർ ആണ്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാവാൻ ഞാൻ നല്ലത് ചെയ്യട്ടെ, നല്ലത് പ്രവർത്തിക്കട്ടെ, നല്ലത്. അപ്പൊ അതാണ് എനിക്ക് എല്ലാ മതസ്ഥരോടും പറയാനുള്ള ഒരു കാര്യം അതാണ്. വാട്ട് യു മീൻ ബൈ പ്രയർ? പ്രയർ ഈസ് നോട്ട് എ ബ്ലൈൻഡ് റിസൈറ്റിംഗ് സം മന്ത്രാസ്. നിങ്ങൾ ഏത് പള്ളിയിൽ പോയിട്ടും ചർച്ചിൽ പോയിട്ടും പ്രാർത്ഥിക്കുന്നതല്ല. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അതായത് ഞാൻ മറ്റൊരാളെ ഹേർട്ട് ചെയ്യില്ല, ഞാൻ മറ്റൊരാളെ വേദനിപ്പിക്കില്ല, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കും. മധുപതിഷ്യേ, ഞാൻ നല്ല വാക്കുകൾ പറയട്ടെ, ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് സേവനം ചെയ്യട്ടെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നല്ലത് ചിന്തിക്കട്ടെ, ഞാൻ എൻ്റെ കൈകൾ കുപ്പിക്കൊണ്ട് നമിക്കട്ടെ. ഈ രീതിയിൽ മനുഷ്യൻ പരസ്പരം ഒരു ആദരവും സ്നേഹവും സമർപ്പണവും അതുപോലെ തന്നെ സഹായം ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഈസ് മെന്റ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഓൾ എന്നാണ്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ അതിന് ഭക്തി എന്നാ പറയുക. ഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഞാനാക്കി നിർത്തുന്ന പരമാത്മാവിലേക്ക്, ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ദൈവീകതയിലേക്ക് അർപ്പിക്കുന്നത് ഭക്തിയും, എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നത് പ്രാർത്ഥനയും. ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. അപ്പോ ഭട്ടതിരിപ്പാട് ആയുരാരോഗ്യ സൗഖ്യം എന്നെല്ലാവർക്കും വേണ്ടി പറയുമ്പോഴല്ലോ, അദ്ദേഹം വെറുതെ പ്രാർത്ഥിക്കല്ല, അദ്ദേഹം പറയാണ് ഈ നാരായണീയത്തിലൂടെ നിങ്ങൾക്കെല്ലാം ആയുരാരോഗ്യ സൗഖ്യം കൈവരിക്കാൻ സാധിക്കും. ഇത് എത്രമാത്രം നമ്മുടെ മനസ്സ് നല്ല ചിന്തകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നോ അത്രമാത്രം ആരോഗ്യം ഉണ്ടാകുന്നതാണ്. അത് വേണ്ടാത്ത ചിന്തകൾ വരുമ്പോഴാണ് ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്നത്. അപ്പോഴാണ് ആരോഗ്യം പോലും നശിക്കുന്നത്. നല്ല ചിന്ത വരുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് പോലും പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നാരായണീയം നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. ഹന്തഭാഗ്യം ചെന്നാണ് ആയുരാരോഗ്യത്തിന് വേണ്ടി കിട്ടിയ അതീവ സുഹൃതമാണ്, പുണ്യമാണ് ഈ നാരായണീയം. നിങ്ങളൊക്കെ സുഹൃതികളുമാണ് അതിലേക്ക് ഇറങ്ങി വന്നത്. പിന്നെ